Hello friends, good morning and welcome back to my channel. ഇന്ന് നമുക്കൊരു അടിപൊളി വാൾ ഡെക്കോർ ആയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാർഡ്ബോർഡ് പീസ് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ നമ്മുടെ ഏറ്റവും പുറത്തെ കവറിങ് ഉണ്ടല്ലോ, അത് നമുക്ക് പൊളിച്ചു മാറ്റണം. അപ്പോൾ അതിൽ പൊട്ടും പൊടിയൊക്കെ വരും, അത് നമ്മൾ നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കളയണം. അതിനുശേഷം നമ്മൾ ഏറ്റവും ബേസ് കോട്ടായിട്ട് വൈറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മറ്റ് ഷെയ്ഡുകളിലേക്ക് വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന കളർ കൊടുക്കുമ്പോൾ മറ്റ് കളറുകളുടെ ഷെയ്ഡ് വരാതിരിക്കുകയും നമ്മുടെ പെയിൻറ്റിങ്ങിന് കൂടുതൽ ഭംഗി തരുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് പെയിൻറ്റ് ബേസായിട്ട് അടിച്ചു കൊടുക്കുന്നത്. ബേസ് കോട്ട് നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഇനി നമുക്ക് ആവശ്യമുള്ള പെയിൻറ്റ് നമ്മുടെ സെക്കൻഡ് കോട്ടായിട്ട് യൂസ് ചെയ്യാം, അതായത് നമ്മുടെ മെയിൻ കോട്ട്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് വരുന്ന പെയിൻറ്റാണ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് കോട്ട് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് ഈ പെയിൻ്റ് ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കണം. നമുക്ക് ഈ പെയിൻറ്റ് ഉണങ്ങി വരുന്ന സമയങ്ങളിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ സെറ്റാക്കിയാലോ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഫ്ലവറും ലീഫുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് കളർ പേപ്പേഴ്സ് വേണം. ഞാൻ ഓരോ ഫ്ലവറിനും ഓരോ കളറുന്ന രീതിയിൽ 6 ഷീറ്റ് എടുക്കുന്നുണ്ട്, 6 കളറ്. അപ്പം ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിൽ, കുറച്ച് വലിപ്പത്തിൽ റൗണ്ട് ഷേപ്പിൽ കളർ പേപ്പർ കട്ട് ചെയ്തെടുത്ത ശേഷം 1 സെൻറ്റിമീറ്ററോ 1.25 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്ററിനുള്ളിൽ വരുന്ന രീതിയിൽ വീതി വിട്ടിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ അകത്തേക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എൻ്റെ പോർഷൻ വരുമ്പോൾ കുറച്ച് സ്പേസ് വിടാനായിട്ടും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം ഇനി നമ്മൾ ഈ അറ്റം ചുരുട്ടി അകത്തേക്ക് എടുക്കാനായിട്ട് ഞാനിവിടെ കോമ്പസാണ് യൂസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ചെറിയ നൂല് പോലിരിക്കുന്ന സാധനം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചുരുട്ടാനായിട്ട് ആ സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. അങ്ങനെ ചുരുട്ടി അകത്തേക്ക് വന്ന് എൻ്റെ ഭാഗം വരുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് കൈ വിട്ട് കളയരുത്, ചെറിയ രീതിയിൽ ലൂസാക്കി കഴിയുമ്പോൾ ഒരു ചെറിയ ഫ്ലവർ ഷേപ്പ് വരും. ആ ഫ്ലവർ ഷേപ്പ് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ എൻ്റെ ഭാഗത്ത് അകത്തേക്ക് തന്നെ പശ തേച്ച് ആ ഭാഗം അവിടെ ഒട്ടിച്ച് വെക്കണം. അപ്പം നമുക്കൊരു ചെറിയ ഫ്ലവർ പോലെ കിട്ടും. അങ്ങനെ ഞാൻ ആ ബാക്കി 6 പീസും ഫ്ലവറാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ലീഫാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ കളർ പേപ്പർ എടുക്കുന്നുണ്ട്. അതിൽ 4 സെൻറ്റിമീറ്റർ വീതിയും 7 സെൻറ്റിമീറ്റർ നീളവും വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. എനിക്കിവിടെ 2 ലീഫിനുള്ള നീളം കിട്ടിയതുകൊണ്ട് ഞാൻ ആ രീതിയിൽ കട്ട് ചെയ്തിട്ട് അത് നടുവേ മടക്കി കൊടുക്കുക ചെയ്തത്. ഇനി നമ്മുടെ ഈ 4 സെൻറ്റിമീറ്റർ വീതി വരുന്ന ഭാഗത്തിന് നമ്മൾ 2 സെൻറ്റിമീറ്റർ ആക്കി നടുവേ മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി അത് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ശേഷം നമ്മുടെ ഈ ചെമ്പരത്തി ഇലയുടെയും റോസിൻ്റെ ഇലയുടെയൊക്കെ ഇലയുടെ അറ്റത്തൊരു ചെറിയ മുള്ളു പോലുള്ള ഭാഗം ഉണ്ടല്ലോ, അപ്പം ആ രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഇനി അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആ കട്ട് ചെയ്ത ഭാഗത്ത് നിന്നും അതേ ഷേപ്പിൽ തന്നെ നമ്മുടെ സെൻറ്റർ ഭാഗത്തേക്ക് മടക്കി കൊടുക്കണം. ഞാൻ 2 സൈഡിലേക്കും തിരിച്ച് മറിച്ചുമാണ് മടക്കി കൊടുത്തത്. ആ രീതിയിൽ മടക്കി കൊടുത്താലും മതി. അങ്ങനെ മടക്കി കൊടുത്ത് നിവർത്തിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലീഫും സെറ്റായി. നമ്മൾ ഫ്ലവറും ലീഫും ഒക്കെ ചെയ്യാൻ പോയ സമയം കൊണ്ട് നമ്മൾ ഹാർട്ട് ഷേപ്പിൽ അടിച്ച പെയിൻ്റൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫ്ലവർ ലീഫൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. അതിനായിട്ട് ഞാനെടുത്ത് അതിൻ്റെ ഒരു സൈഡിൽ ഫ്ലവർ ലീഫ് ഒട്ടിച്ചെടുക്കുകയും അതിൻ്റെ മറ്റേ സൈഡിൽ ഹോം എന്ന ലെറ്റർ കട്ട് ചെയ്തെടുത്തിട്ട് ആ രീതിയിൽ ഒട്ടിച്ചെടുക്കുക ചെയ്തത്. ഒരു കാലത്ത് നിൻ്റെ ഏറ്റവും ഫേവറേറ്റ് കളർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണെന്ന് പറയുമായിരുന്നു. അപ്പോൾ നമ്മളെടുത്ത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും അവർ ചോദിക്കും, എന്നാലും നിൻ്റെ ഫേവറേറ്റ് കളർ ഒന്നും ഉണ്ടാവില്ലേ? അങ്ങനെയൊക്കെ വീണ്ടും ചോദിക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും അന്നേരം മനസ്സിൽ വരുന്നൊരു കളർ അങ്ങ് പറയും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നിൻ്റെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പർപ്പിൾ കളറാന്ന് പറയും. എന്നും പറഞ്ഞാൽ എനിക്ക് മറ്റ് കളറുകൾ ഇഷ്ടമല്ലെന്നല്ല, ഇപ്പം കുറച്ച് കാലമായിട്ട് എന്തുകൊണ്ടോ പർപ്പിളിനോടൊരു വല്ലാത്ത അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പർപ്പിൾ കളറെന്ന് പറയുക. എന്നാൽ എനിക്ക് മറ്റ് കളറുകൾ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത താല്പര്യമാണ്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അറിയാലോ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഏത് കളറിനാണ് വരുന്നതെന്ന്. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിയുമ്പോൾ ഇനി ഇതുപോലുള്ള ഐഡിയാസുമായിട്ട് നമുക്ക് വീണ്ടും കാണാമല്ലോ. അതുപോലെ തന്നെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ കണ്ടുമുട്ടാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.